നമസ്കാരം സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് പൊള്ളാച്ചിയിലാട്ടോ. കഴിഞ്ഞ ലോഡ് ഇറക്കിയിട്ട് ഇപ്പോൾ ഒരു ലോഡായിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ പൊള്ളാച്ചി പളനി റൂട്ടിലാണല്ലേ. വണ്ടിയിലൊന്ന് എയർ അടിക്കാനും ഗ്രീസ് അടിക്കാനൊക്കെ നിർത്തിയതാണ്. ഒടുക്കത്തെ വെയിലാട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അങ്ങനെ നമ്മൾ എയറും ഗ്രീസൊക്കെ അടിച്ച് പോയിക്കൊണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ കൂടി പോകാണ്ട് നമ്മുടെ കമ്പനി. സുഗുണ എന്ന് പറയും കമ്പനീൻ്റെ പേര്. നമ്മളങ്ങനെ ഏകദേശം എത്താനായിട്ടാ. പിന്നെ ഒരു 2 കിലോമീറ്റർ ഉള്ളു ഈ റൂട്ടിന്. ആ കാണുന്ന കേട്ടോ നമ്മളെ കമ്പനി. അങ്ങനെ നമ്മൾ കമ്പനിയിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഈ കാണുന്ന കേട്ടോ നമുക്കിന്ന് ലോഡ് ആയിട്ടുള്ള കമ്പനി. ഇതാണ് കമ്പനീൻ്റെ എൻട്രി. ഗൈസ് നമ്മളിവിടെ വെയിറ്റിംഗ് ആട്ടോ. ഗേറ്റിൽ പോയി എൻട്രി ചെയ്തിട്ടുണ്ട്. ഇനി അവർ വിളിക്കും, കുറച്ച് ടൈം ആവും. പൊതുവേ ഇവിടെ വന്നാൽ ഒരു 6 മണി 7 മണിയൊക്കെ ആവും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ. ഈ കാണാനാണ് കമ്പനി. പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല കയറേണ്ട സ്ഥലം. ഇതിൻ്റെ എൻട്രി വന്നിട്ട് കുറച്ച് അപ്പുറത്താണ്. ഇങ്ങനെ പോകണം കുറച്ച്. ഇതൊക്കെ ലോഡ് കയറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വണ്ടികളാട്ടോ. അതുപോലെ ഇതൊക്കെ ലോഡ് കയറ്റാൻ വരുന്ന വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഗ്രൗണ്ടാണ്. ഇതൊക്കെ ഇവിടെ ഇതുപോലെ ലോഡ് ഇറക്കാനുള്ള വണ്ടികളാട്ടോ. ഈ കോഴിത്തീറ്റയും കാലിത്തീറ്റയൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന വണ്ടികളാട്ടോ ഈ കാണുന്ന മൊത്തം. കണ്ടില്ല, ചോളമാണ് സാധനം. ചോളം, നമ്മുടെ കമ്പെന്നൊക്കെ പറയില്ല, ചോളം. പോപ്കോണൊക്കെ ഉണ്ടാക്കണ അതൊക്കെ ഉണ്ട് ഇതിൽ. അതൊക്കെ ആയിട്ട് ഈ കോഴിത്തീറ്റയിലൊക്കെ മിക്സാക്കാൻ വേണ്ടിയിട്ട് കാലിത്തീറ്റ കോഴിത്തീറ്റ കണ്ടില്ല, ഇതൊക്കെ അതിനുള്ള വണ്ടികളാണ്. ഇതൊക്കെ ആ ലോഡാണ് സാധനം. അങ്ങനെ നമ്മൾ വണ്ടി ഉള്ളിൽ കയറ്റാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം എത്രയായി? നമ്മൾ 4 മണിക്ക് വന്നിട്ട് ഇപ്പോൾ 10:08 സമയം. ഇപ്പോഴാണ് നമ്മളെ വിളിച്ച്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളങ്ങനെ കമ്പനീൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. നമുക്ക് ആ കാണുന്നിടത്തുനിന്നാണ് കയറ്റാനുള്ളത്. പക്ഷെ നമുക്ക് ഇങ്ങനെ കറങ്ങി പോയിട്ട് തിരിഞ്ഞു വരണം. നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയിട്ടാ. ഇവിടെ നിന്നാണ് കയറ്റാനുള്ളത്. അങ്ങനെ നമ്മൾ ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ കമ്പനീൻ്റെ 4-1 ഭാഗം മാത്രമാണ്. അല്ല അവിടെയൊക്കെ ഇതുപോലെ ലോഡ് കയറ്റലും ഇറക്കലൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ഈ കാണുന്ന ഫ്രണ്ടിലുള്ള
അപ്പുറത്തെ ഡോക്ക്, അതിൻ്റെ അപ്പുറത്തെ ഡോക്ക്, അങ്ങനെ ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ലോഡ് കയറ്റാനുള്ള സെറ്റപ്പാട്ടോ. അങ്ങനെ നമ്മളെ വണ്ടിയിൽ ലോഡ് കയറ്റിക്കൊണ്ട് കേട്ടാ. അത് നമ്മുടെ ബായ് കേട്ടോ, ക്യാമറമാൻ ബൈ. അങ്ങനെ നമ്മൾ ലോഡെല്ലാം കയറ്റി പായലിലാട്ട് കെട്ടിപ്പോൾ പോകാൻ നിൽക്കാട്ടോ. സമയം 2 മണിയാവാനായി. ഈ വണ്ടികളൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ടൈമിലുള്ള വണ്ടികളുണ്ട് കേട്ടോ. അതിൽ ഇവരിപ്പോഴും ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് മെല്ലെ പോവാം. അങ്ങനെ ഗായ്സ്, നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് വന്നപ്പോൾ പാലക്കാട് എത്താനായിട്ടോ. നമ്മൾ കൊഴിഞ്ഞാമ്പാറ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ ലോഡിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇറക്കേണ്ട സ്ഥലം ആദ്യം നിലമ്പൂർ എന്ന് പറഞ്ഞായിരുന്നു. അവിടെ പോയപ്പോൾ നിലമ്പൂർ നമ്മൾ ഈ മോഡൽ വണ്ടി പോയി കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മേലാറ്റൂർ ഇറക്കാനുള്ളത്. മേലാറ്റൂർ പെരിന്തൽമണ്ണ കഴിഞ്ഞ് പോയിട്ട് മേലാറ്റൂര് നമ്മുടെ ഇവിടെ ഏതാ സ്ഥലപ്പേര് പറഞ്ഞ് കരുവാരക്കുണ്ട്. മേലാറ്റൂര് കഴിഞ്ഞ് കരുവാരക്കുണ്ടാണ് നമ്മൾ ഈ ലോഡ് ഇറക്കാനുള്ളത് കേട്ടോ. നമ്മുടെ ഓർഡർ മാറിയിട്ടുണ്ട്. നമ്മുടെ ഹൈടെക് വണ്ടി ആയതുകൊണ്ട് അവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിലമ്പൂരുള്ളവർക്ക്. അപ്പോൾ ഇതേ സെയിം പാർട്ടീൻ്റെ തന്നെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, ഇതുപോലെ വന്ന നമ്മളെപ്പോലെ വന്നൊരു വണ്ടി ലേലൻ്റെ ആയിരുന്നു. അപ്പോൾ മൂപ്പരിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ലോഡ് മൂപ്പർക്കും മൂപ്പരുടെ ലോഡ് എനിക്കും ആക്കി തന്നു. അങ്ങനെ നമ്മുടെ ലോഡിൻ്റെ ലൊക്കേഷൻ മാറിപ്പോയി. സമയം കണ്ടില്ലേ, 4:40 നമ്മളവിടെ നിന്ന് 2 മണി 2:15 ആ ടൈമൊക്കെ ആകുമ്പോൾ ഇറങ്ങിയതാ അവിടുന്ന്. പക്ഷെ നമ്മൾ 4 മണിക്ക് അവിടെ ലോഡ് കയറ്റാൻ പോയിട്ട് നമ്മളെ വിളിച്ചത് 9:40 അവർ. ഈ കോഴിത്തീറ്റയും കാലിത്തീറ്റൊക്കെ കയറ്റാൻ പോകുമ്പോഴൊരു പ്രശ്നമാണത്. നമ്മൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു പിടുത്തം കിട്ടാത്ത വെയിറ്റിംഗ് ആയിരിക്കും ചില ഇതിട്ടോ. അതായത് ഇപ്പം നമ്മൾ പോയെടുത്ത് വേറൊരു ഒരു കമ്പനി ഉണ്ട് നമ്മുടെ ഇവിടെ പെരുന്തുറയിലൊക്കെ. അവിടെ പെട്ടെന്ന് പോയാൽ പെട്ടെന്ന് ഇറങ്ങി വരും. അത് SKM ഉണ്ട്, വേറൊരു കമ്പനി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, 1-2 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് ഈ കോഴിത്തീറ്റിൻ്റെ ഒരു പ്രശ്നം കയറ്റാൻ പോകുമ്പോൾ. ഇത് പിന്നെ ചെറിയ കിലോമീറ്ററേ ഉള്ളൂ നമുക്ക്. അവിടുന്ന് 150 കിലോമീറ്റർ ഉള്ളൂ, 150-160 കിലോമീറ്ററൊക്കെ ഉള്ളൂ കമ്പനിയിൽ നിന്ന്. അതുകൊണ്ട് കുഴപ്പമില്ല, ഓടി എത്താനുള്ള ടൈമൊക്കെ ഉണ്ട്. നമ്മൾ കൂട്ടുപാത എത്തിട്ടോ. കൂട്ടുപാത, പാലക്കാട് കൂട്ടുപാത. നമ്മുടെ തൃശ്ശൂർ കോയമ്പത്തൂർ ഹൈവേ ആണ് ഈ കാണുന്നത്, റൈറ്റ് സൈഡിൽ. നമ്മളങ്ങനെ പെരിന്തൽമണ്ണ എത്തി കേട്ടോ. പെരിന്തൽമണ്ണ
ഇനി ഇവിടുന്ന് ഒരു 20-25 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ നമ്മുടെ കരുവാരക്കുണ്ട് ഏകദേശം. ചെറുതായിട്ടൊന്ന് നേരം വൈകി നമ്മൾ. ഓരോ 9 മണിക്ക് എത്താൻ പറഞ്ഞ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ്. ഇനി കുറച്ചുകൂടി ഉള്ളൂ. നമ്മളങ്ങനെ ഏകദേശം എത്താനായി. നമ്മളങ്ങനെ ഏകദേശം എത്താനായിട്ടാ. ഇനി 400 മീറ്ററും കൂടി ഉള്ളൂ. ഈ റൂട്ടിന് എവിടെയോ ആണ്. നമ്മൾ ഇറക്കാനുള്ള സ്ഥലത്ത് എത്തിട്ടോ. ഇവിടെ കുറച്ച് ഇപ്പോൾ ഇറക്കി കഴിഞ്ഞത് മറ്റേ ബൊലേറോയിലും അതുപോലെ മറ്റേ 407 അവർ ഇറക്കി കൊണ്ടുപോകണം. നമ്മൾ വണ്ടി നിർത്തി ഇങ്ങനെ ഇവിടെയുള്ള സ്ഥലത്തേക്ക് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ ഏകദേശം ഇനി കുറച്ചുകൂടി ഉള്ളൂ ഇറക്കാൻ. എന്നാൽ കഴിച്ച് നമ്മുടെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലോഡിൻ്റെ ബാലൻസ് ഒന്ന് കൂട്ടി നോക്കാം. നമ്മൾ ചില കമൻറ്റ് കണ്ടിരുന്നു, ഇതിൻ്റെ ബാലൻസ് ഒന്ന് ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ബാലൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ലോഡിൻ്റെ ബാലൻസ് ഒന്ന് ജസ്റ്റ് കൂട്ടി നോക്കാം. ഞാൻ പൊതുവേ നോട്ട്ബുക്കിലാണ് എഴുതി വെക്കാറ്. പക്ഷേ ഈയിടെയായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ടാബിൽ ഇങ്ങനെ ചെയ്ത് വെക്കാറ് കേട്ടോ, കണക്ക് കൂട്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കണക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വാടക 11,200 അതുപോലെ ബാറ്റ ഇപ്പോൾ 2,240. ഡീസൽ വന്നത് 4,500. അതായത് നമ്മൾ ഡീസൽ എന്ന് പറയുമ്പോൾ 50 കിലോമീറ്ററോളം നമ്മൾ കാലി പോയിട്ടാണ് കയറ്റിയത്. പൊള്ളാച്ചിന്ന് മറ്റേ ഉദുമൽപേട്ട പോയിട്ട് നമ്മൾ ഈ ലോഡ് കയറ്റിയത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് 50, പിന്നെ തിരിച്ച് അവിടെ നിന്ന് ഒരു 100 സംതിങ് എന്തോ ഉണ്ട്. മൊത്തത്തിലൊരു 220-230 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമുക്ക് 4,500 വന്നിട്ടോ ഡീസൽ. ഡയറക്റ്റ് ഇടയ്ക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് കിട്ടാറുണ്ട്. നേരെ ഉദുമൽപേട്ട നമ്മൾ വല്ല ലോഡ് ഇറക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡയറക്റ്റ് കിട്ടുമ്പോൾ പിന്നെ ഇത്ര ഡീസൽ അങ്ങനെ ആവാറില്ല. പിന്നെ കമ്മീഷൻ ഉണ്ട്, അതൊരു 350. പിന്നെ നമുക്ക് ലോഡ് കയറ്റാനുള്ള കയറ്റുകൂലിയുണ്ട്. അതവിടെ 490 വന്നത്. അങ്ങനെ മറ്റേ പിന്നുള്ളത് കെട്ടുകൂലിയാണ്. കെട്ടുകൂലി 300. വേറെ ചിലവൊന്നുമില്ല, വേറെ ഒന്നുമില്ല, വേറെ ഇല്ല. അപ്പോൾ നമ്മളെ ബാലൻസ് എന്ന് പറയുമ്പോൾ 11,200 മൈനസ് 2,240, 4,500, 3,50, 4,90, 300. ബാലൻസ് നമ്മുടെ 3,320 നമ്മുടെ ഈ ലോഡിൻ്റെ ബാലൻസ്. അപ്പോൾ ബാലൻസ് 3,320. ഓക്കെ. അപ്പോൾ ചില കമൻറ്റൊക്കെ കണ്ടിരുന്നു, നമ്മുടെ ചേട്ടന്മാർ മറ്റേ ബാലൻസ് ഇടാൻ പറഞ്ഞിരുന്നു നമ്മുടെ ലോഡിൻ്റെ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടി. എല്ലാ ലോഡും ഇങ്ങനെ ആവില്ല, അത് വേറെ കാര്യം. അല്ല എല്ലാവർക്കും അറിയണ കാര്യമാണ്. എല്ലാ ലോഡും ഇങ്ങനെ ആവില്ല. ചിലത് നഷ്ടമായിരിക്കും, ചിലത് ബാലൻസ് 500-600 വരെ ബാലൻസ് വന്ന ലോഡൊക്കെ ഉണ്ടാവും. ചില ടൈമിൽ നമ്മുടെ വണ്ടി പഞ്ചറായാലും അങ്ങനെ വല്ല പണി എന്തെങ്കിലുമൊക്കെ വന്നാൽ അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. ചില ടൈമിൽ ഒന്നുമില്ലാത്ത
ബാലൻസുള്ള ടൈമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഇതിലും കൂടും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ലോഡിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ കഴിയാണ്. പോയിട്ട് അടുത്തൊരു ലോഡുമായിട്ട് വരാം. അതുവരേക്കും ബൈ.